ഓരോരുത്തരുടെ മനോവൈകല്യങ്ങളാണ്, സത്യസന്ധമായിട്ടല്ല, ഒരിക്കലും വെറുതെ യോജിക്കാൻ അങ്ങോട്ട് പറ്റില്ല. ചാരുന്നതല്ലേ. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ തടയാൻ വേണ്ടിട്ട് ഞാൻ മുമ്പേ പറയുകയും ചെയ്തതാ. ഇതിനൊക്കെ തടയാൻ വേണ്ടി ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ, പോലീസ് ഇല്ലേ, എക്സൈസ് ഇല്ലേ, അവർക്ക് തടയാവുന്ന കാര്യമല്ലേ. ഇവിടെ പോളിറ്റീഷ്യൻസ് ഇല്ലേ, നാട് നന്നാക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഭരിക്കുന്നത്, അല്ലെ പ്രതിപക്ഷത്തിരിക്കുന്നത്. എത്ര പൊളിറ്റീഷ്യൻസ് ഉണ്ട്, മിക്ക നല്ലൊരു ശതമാനം ആൾക്കാരുടെ ജോലി എന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ഒരു സമയം. ഇപ്പം സമൂഹം നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, വെറുതെ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. ചാനലിൽ വന്ന് ചർച്ച ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, മഹാത്മാഗാന്ധി നേടുത്തുന്ന സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. അദ്ദേഹം നോൺ വയലൻസ് ആയിരുന്നു, പിന്നെ പറഞ്ഞത് കാര്യമില്ലല്ലോ. അല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും അവിടെ ചർച്ച ചെയ്യേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. നമ്മൾ വളർന്നു വരുന്ന യുവതലമുറ ഭയങ്കര കുഴപ്പത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.